ഹലോ മക്കളെ, വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വീഡിയോ തന്നെയാണ്. നിങ്ങളിൽ പലർക്കും ഇപ്പോൾ +1 അഡ്മിഷൻ കിട്ടിയവരുണ്ടാവും, ഇന്നൊക്കെ ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള മക്കളുണ്ടാവും, ഇനി നാളെ ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഈ ഒരു വീഡിയോ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, കിട്ടാത്തവർക്കും രണ്ടുപേർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഇനി കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ മക്കളെ, അപ്പം കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ലിസ്റ്റുകളൊക്കെ ജൂലൈ 2 വരുന്നതായിരിക്കും. സോ അതൊക്കെ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആൾക്കാർ ഓൾറെഡി ഫസ്റ്റ് ഓപ്ഷൻ ഒക്കെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല, പെർമനന്റ് ആയിട്ട് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ ഒക്കെ കിട്ടിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. കാരണം നിങ്ങൾക്ക് അറിയാം, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ്, ഒരിക്കലും നിങ്ങളുടെ പ്രയോറിറ്റി അല്ലാത്ത ഒരു സാധനം പോലും നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കരുത്. അങ്ങനെ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോൾട്ടാണ്. അതിന് ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് മാത്രം, അല്ലാണ്ട് നിങ്ങൾക്ക് പറ്റില്ല. അതും സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല കിട്ടി, തേർഡ് ഓപ്ഷനോ ഫോർത്ത് ഓപ്ഷനോ കിട്ടിയ ആൾക്കാരുണ്ടാവും. അവരെന്താ ചെയ്യേണ്ടത്, അവർക്കിപ്പോൾ മുകളിൽ ഇപ്പൊ താല്പര്യമില്ലാത്ത, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കൂൾ മൂന്നാമത്തെ സ്കൂളാണ് കിട്ടിയ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കുക, ഫസ്റ്റ് ഓപ്ഷൻ മാത്രം അവിടെ നിലനിർത്തുക. അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പൊ അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ഏത് സ്കൂളിലാണോ പോകുന്നത് അവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓപ്ഷൻസ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി കിട്ടാത്ത മക്കളോടാണ്, അല്ലെങ്കിൽ ഇപ്പൊ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള മക്കളുണ്ടാവും, അവരോടും കൂടിയാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ മുകളിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ടാത്തത് ഒഴിവാക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി അതും പറ്റാത്ത മക്കളുണ്ട്, ഓപ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പരിഗണിച്ചിട്ടില്ല അവരെ, അഥവാ സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന മക്കള്, അവരോടാണ് പറയുന്നത് നിങ്ങളുടെ റാങ്ക് നോക്കുക. നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ആ സ്കൂളിൽ ലാസ്റ്റ് വിളിച്ചിട്ടുള്ള റാങ്ക് എത്രയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, 150ാമത്തെ റാങ്ക് ആണ് നിങ്ങളേത്. ആ സ്കൂളിൽ വിളിച്ചിട്ടുള്ളത് 100ാമത്തെ റാങ്കുള്ള കുട്ടീനെയാണ്, 100ാമത്തെ റാങ്ക് വരെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്, നിങ്ങളെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും ഒരു 50ന്റെ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. പക്ഷേ ആ സ്കൂളിൽ ലാസ്റ്റ് വിളിച്ചിട്ടുള്ള റാങ്ക് 100ഉം, അതുപോലെ നിങ്ങളുടെ റാങ്ക് ഒരു 300ഓ 200ഓ ഒക്കെ ആണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കിട്ടൂല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം സെക്കൻഡ് ഓപ്ഷനിൽ പരിഗണിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ തേർഡ് അലോട്ട്മെന്റ് വരുന്നുണ്ട്, തേർഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കാം. കാരണം കുറെ കുട്ടികൾ ഇപ്പം സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്ക് മാറിയ ആൾക്കാരുണ്ട്. ഇപ്പം ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിന്റെ എഡിറ്റിംഗ് വന്ന സമയത്ത് അങ്ങനെ കുറച്ച് സീറ്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും കുറെ സീറ്റുകൾ ഒഴിവ് കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില മക്കൾക്ക് ട്രയലിൽ വന്നിട്ട് ഫസ്റ്റിൽ വരാത്ത കുട്ടികൾ ഉണ്ടാവും. അത് നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്തുള്ള ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇപ്പൊ ചില മക്കള് കൊമേഴ്സിൽ കൊടുത്തിട്ട് പിന്നെ സയൻസിലേക്ക് മാറിയിട്ടുണ്ടാവും. അത് ആ ഒരു മാർക്കിന് കൊമേഴ്സിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടി, പക്ഷെ സയൻസിലേക്ക് വരുമ്പോൾ നിങ്ങളെക്കാളും മാർക്ക് കൂടിയേ ഇതുപോലെ ബോണസ് പോയിന്റ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർ നിങ്ങളെക്കാളും മുന്നിൽ കയറി, അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് കിട്ടൂല എന്നില്ല. സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കാം. അപ്പം ഏറ്റവും കിട്ടാൻ ചാൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 130ാമത്തെ റാങ്കാണ് ആ സ്കൂളിൽ വിളിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഒരു 150ഓ അല്ലെങ്കിൽ 140ഓ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, തേർഡ് അലോട്ട്മെന്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ കൺസിഡർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. ആ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി സെപ്പറേറ്റ് അപേക്ഷിക്കാം. അതിന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതിലെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും സീറ്റ് കിട്ടും. സോ ടെൻഷൻ ആവണ്ട. എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ കിട്ടുന്ന സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മാർക്ക് നിങ്ങൾ പരിഗണിക്കണം. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണ്. മുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു SSLCയുടെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ +1 അഡ്മിഷന് വേണ്ടി മാത്രമുള്ളതാ. ആ ഒരു നിങ്ങളിപ്പോൾ +1ൽ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. സോ ഇവിടെ കിട്ടിയാൽ നിങ്ങൾ പോസിറ്റീവ് മൈൻഡോടെ പോവുക, അവിടെ പോയിട്ട് പഠിക്കുക, അതാണ് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ 2 ബസ്സൊക്കെ കയറി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ പഠിത്തമാണല്ലേ, നമുക്ക് ഭാവി നിങ്ങളുടെ ഫ്യൂച്ചറാണ്. സോ അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മാർക്കും എല്ലാം കൺസിഡർ ചെയ്തിട്ട് അത് വിഷമിച്ചിട്ട് ഇതിന് കാര്യമില്ല.
നമ്മൾ മൂവ് ഓൺ ചെയ്യണം അല്ലെ. നമ്മൾ അത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, മുകളിൽ നിങ്ങൾക്ക് വേണ്ടാത്ത 4ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെച്ചാൽ മുകളിലുള്ള ഓപ്ഷൻസ് 3ാമത്തെ ഓപ്ഷനോ 2ാമത്തെ ഓപ്ഷനോ ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ്ലി അഡ്മിഷൻ എടുക്കണം, അങ്ങനെയും എടുക്കാം. ഇനി വേറൊരു കാര്യം കൂടെ, ടെമ്പററി അഡ്മിഷൻ എടുത്ത ആൾക്കാരും ഇനി എടുക്കാൻ പോകുന്ന ആൾക്കാരും ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സോ ഫീസ് അടയ്ക്കേണ്ട. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കറക്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെ കൊടുക്കണം. അതിലൊന്നും എന്തുണ്ടാവരുത്, തെറ്റുണ്ടാവരുത്. ഒറിജിനൽ തന്നെ അവിടെ കൊടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ലാസ്റ്റിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ വരിക. അപ്പൊ നിങ്ങൾക്ക് അതാത് സ്കൂളിൽ ഇപ്പം സയൻസിലുള്ള കുട്ടിക്ക് സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്കും, കൊമേഴ്സിൽ നിന്നുള്ള കുട്ടിക്ക് സയൻസിലേക്കും മാറാൻ പറ്റും. ബട്ട് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം. അത് ഉറപ്പാണ്. അല്ലാണ്ട് സീറ്റ് ഇല്ലാണ്ട് ഒന്നും നടക്കൂല കേട്ടോ. സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ ഉള്ളൂ. മക്കൾ മനസ്സിലാക്കുക, അവസ്ഥ മനസ്സിലാക്കുക. എല്ലാവരും തനിക്ക് കിട്ടിയ സ്ഥലത്ത് കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് തന്നെ നിൽക്കുക. ടെമ്പററി അഡ്മിഷൻ എടുക്കണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് മുകളിലേക്ക് വിളിക്കാൻ ചാൻസ് ഉണ്ടോ. അപ്പൊ അതിനനുസരിച്ച് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ടെമ്പററി ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് എടുക്കുക. പെർമനന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തില്ല, ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഇനി ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ പിന്നീട് തീരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാ. പേടിക്കേണ്ട. നിങ്ങൾ നിങ്ങളെ റാങ്ക് നോക്കുക. അത് വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ നിങ്ങൾ ഇപ്പൊ തന്നെ വിലയിരുത്തുക. അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അല്ലാണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ മക്കൾ ഇതാ കമന്റ് ബോക്സിൽ ചോദിച്ചോളാ. നിങ്ങൾ എല്ലാ ഡൗട്ടിനും ഞാൻ ആൻസർ തരുന്നതായിരിക്കും. മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ മാത്രം അതുപോലെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.